മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ട്രെൻഡ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡ്, മെത്തേഡ് ഓഫ് സെമി ആവറേജസ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ 4 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഗ്രാഫിക് മെത്തേഡ് ആയിരുന്നു. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് സെമി ആവറേജ് മെത്തേഡ്. ഇപ്പോൾ സെമി ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിലൂടെ ലോങ് ടേം ടെൻഡൻസി പറയാൻ കഴിയാതിരിക്കുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? സെമി ആവറേജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഒറിജിനൽ ഡാറ്റ ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ നമുക്ക് തരുന്ന ഡാറ്റ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ തന്നാൽ ആ 2 ഡാറ്റയും നമുക്ക് തരുന്ന ഡാറ്റയെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ആവറേജ് കാണും. അങ്ങനെയാണിത്. എന്നിട്ട് ആ കിട്ടുന്ന പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടും. ഓക്കെ, സോ വെൻ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈവൻ ദർ ഈസ് നോ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് തരുന്ന വർഷങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമല്ല അല്ലേ. ഇപ്പോൾ 8 ആണെന്നുണ്ടെങ്കിൽ 4 ഒരു പാർട്ടിൽ 4 നെക്സ്റ്റ് പാർട്ടിൽ 4 ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഇയേഴ്സ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2നെയും ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻറ്ററിൽ വരുന്ന അല്ലെങ്കിൽ മിഡിൽ ഇയറിന് എന്ത് ചെയ്യുക? ഒഴിവാക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, വെൻ ദ ഡാറ്റ ഗിവൺ ഈസ് for 1990 to 1999, then the 2 parts are 1990 to 1994 and 1995 to 1999. ഓക്കെ, അപ്പോൾ 1990 മുതൽ 1999 വരെയുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ എത്ര വർഷം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? 10 വർഷം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1990 മുതൽ 94 വരെയുള്ളത് 5 വർഷം ഒരു പാർട്ടും 1995 ടു 1999 വരെയുള്ള 5 വർഷം വേറൊരു പാർട്ടുമായിട്ട് കൊടുക്കാം. പക്ഷേ ഇഫ് ദ ഡാറ്റ ഈസ് ഫോർ 1990 ടു 1998, 1990 മുതൽ 98 വരെയുള്ള ഡാറ്റയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒറ്റ സംഖ്യയാണ് വരുന്നത്, 9 ആണ് വരുന്നത്. അപ്പോൾ 2 പാർട്സും ഈക്വൽ ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 1990, 91, 92, 93 4 വർഷം ഒരു പാർട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് 94നെ ഒഴിവാക്കുക. 1995 മുതൽ 98 വരെയുള്ള നെക്സ്റ്റ് പാർട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ മിഡിൽ വരുന്ന ഇയർ ഒഴിവാക്കിയിട്ട് ബാക്കി 2 ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 പാർട്സ് ആക്കിയെന്ന് പറഞ്ഞു. ഈ 2 പാർട്സ് ആക്കിയതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് തരുന്ന ഡാറ്റ ഇപ്പോൾ പ്രൊഡക്ഷൻ്റെതാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷനും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ആവറേജ് കാണാം. ഓക്കെ, ദ ആവറേജ് ഓഫ് ഈച്ച് പാർട്ട് ഈസ് പ്ലോട്ടഡ് ഓൺ ദി ഗ്രാഫ് എഗെയിൻസ്റ്റ് ദ മിഡിൽ ഇയർ ഓഫ് ഈച്ച് പാർട്ട്. നമുക്ക് കിട്ടുന്ന ആവറേജ് എവിടെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? നമ്മൾ 2 പാർട്സ് ആക്കിയെന്ന് പറഞ്ഞില്ലേ, ഒരു പാർട്ടിൻ്റെ സെൻറ്ററിൽ വരുന്ന ഇയർ ഏതാണ്, മിഡിൽ ഇയർ ഏതാണോ അതിന് നേരെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൻ്റെ ആവറേജ്, നെക്സ്റ്റ് പാർട്ടിൻ്റെ മിഡിൽ ഇയർ ഏതാണോ അതിന് നേരെ എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിഡിൽ ഇയർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം എടുത്താൽ 2 വർഷത്തിൻ്റെ 2 വർഷങ്ങളുടെ നേരായിട്ട് പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 പോയിൻറ്റ്സ് കിട്ടിയ 2 പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? പ്ലോട്ട് ചെയ്തു. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനെയാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രൈറ്റ് ലൈനാണ് ട്രെൻഡ് കാണിക്കുന്നത്. സോ ട്രെൻഡ് വാല്യൂസ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ദിസ് ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെമി ആവറേജ് മെത്തേഡിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലൊരു പ്രോബ്ലം നോക്കാം, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രെൻഡ് ലൈൻ ബൈ ദി സെമി ആവറേജ് മെത്തേഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എത്ര വർഷങ്ങളുണ്ട് എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ തന്നിട്ടുള്ളത് 8 വർഷമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ 4 4 ആക്കിയിട്ട് 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2002, 2003, 4, 5 വരെ എന്ത് ചെയ്യുക? 4 വർഷം എടുക്കുക. 6, 7, 8, 9 എന്നുള്ള 4 വർഷം വേറെ ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡാറ്റ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ടേബിൾ ഉണ്ടാക്കുക ചെയ്യുന്നത്.
അപ്പോൾ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഓരോ പാർട്സിൻ്റെയും ആവറേജ് നമ്മൾ കാണുക. അപ്പോൾ ഇയർ കൊടുക്കുക, പ്രൊഡക്ഷനും അതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് 4 വർഷം കൂട്ടിയിട്ടാണ് നമ്മളൊരു പാർട്ടാക്കിയിട്ട് പറഞ്ഞത്. അപ്പോൾ 55, 62, 65, 58 ഈ 4 ഈ ഒരു വർഷത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രൊഡക്ഷന് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് കാണാനല്ലേ പറഞ്ഞിട്ടുള്ളത്. 4 സംഖ്യയാണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 240 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 60. ഇനി 1, 2, 3, 4 ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 280 എന്നാണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. ഓക്കെ, അപ്പോൾ 2 പാർട്സിൻ്റെയും നമ്മൾ ആവറേജ് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് 60, 70 അത് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും അതായത് ഇയറും വൈ ആക്സിസിൽ പ്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്ന ഫോൾസ് ബേസിൽ അതായത് തുടക്കം 2002 പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ 55 നമ്മളൊരു ഫോൾസ് ബേസ് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്തു, നമ്മൾ അതേപോലെ പ്ലോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. അതായത് 55, 62, 2003 62, 2003 62, 2004 65, ദെൻ 2005 58. അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് ജോയിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രെൻഡ് ലൈൻ വരയ്ക്കാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കിയതിന് നമുക്കൊരു ആവറേജ് കിട്ടിയിട്ടുണ്ട് 60, 70. ആ 60, 70 അടയാളപ്പെടുത്തണം. എവിടെ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് ഇരട്ട സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 8 വർഷമാണുള്ളത്. അപ്പോൾ ഈ പാർട്സിലെ ഫസ്റ്റ് പാർട്ടിൽ 2002, 2003, 2004, 2005 എന്നുള്ളതാണ് ഇയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 ഉള്ളത്. അപ്പോൾ ഇതിലൊരു മിഡിൽ ഇയർ ഇല്ല. അപ്പോൾ 2003, 2004 എടുക്കുക, ഈ 2 ഇയർ. ഇതിനെ സെൻറ്ററിലാക്കിയിട്ട് എന്ത് ചെയ്യുക, 60 അടയാളപ്പെടുത്തുക. ഇനി ഇവിടെ ആകുമ്പോൾ 2007, 2008 നടുവിലായിട്ട് എന്ത് ചെയ്യുക, 70 അടയാളപ്പെടുത്തുക. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2003, 2004 നേരായിട്ട് 60, അതേപോലെ 2007, 2008 നേരായിട്ട് 70 അടയാളപ്പെടുത്തിയിട്ട് അത് ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്താൽ നമുക്ക് ട്രെൻഡ് ലൈന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇരട്ട സംഖ്യ ആകുമ്പോഴും ഒറ്റ സംഖ്യ ആകുമ്പോഴും, അതായത് വർഷം നമുക്ക് തരുന്നത് ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിലും ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിലും 2 പ്രൊസീജിയറായിട്ടാണ് ചെയ്യാനുള്ളത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈവൻ നമ്പർ ചെയ്തില്ല, ഇനി ഓഡിൻ്റെ കേസ് കൊണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. അപ്ലൈ ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഫോർ ഡിറ്റർമിനിങ് ദ ട്രെൻഡ്. അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട്, വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയർ എത്രയാണ് വരുന്നത്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 9ആണ്. അപ്പോൾ ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇയറും വാല്യൂസും സെമി ആവറേജസും കൊടുക്കുക. 3 കോളാക്കിയിട്ട് ടേബിൾ ഉണ്ടാക്കി. ഇയർ കൊടുത്തു, പിന്നെ വാല്യൂസ് അതേപോലെ വാല്യൂസ് കൊടുത്തു. എന്നിട്ട് അതിനെ 2 പാർട്സ് ആക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 90, 92, 93, 94, 95 വരെയുള്ളതിന് ഒരു പാർട്ടാക്കുക. ഈ 1996 അല്ലേ സെൻറ്ററിൽ വരുന്നത്, 6ാമത്തേത്, അതിനെ നമ്മൾ ഒഴിവാക്കുക. 1997, 1998, 1999, 2000 നെക്സ്റ്റ് പാർട്ടാക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വാല്യൂസ് എടുത്തിട്ട് കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 14.25. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ ആവറേജ് കണ്ടു. ഈ നെക്സ്റ്റ് പാർട്ടിൻ്റെ ആവറേജ് കാണാം. അതിൻ്റെ വാല്യൂസ് കൂട്ടുക, ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 27.75. അപ്പോൾ ഇവിടെ നമ്മൾ ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ വരുന്ന ഇയർ എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യരുത്. ഓക്കെ, അത് ഒഴിവാക്കിയിട്ട് ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂസ് എന്ത് ചെയ്യണം, നമ്മൾ പ്ലോട്ട് ചെയ്താൽ, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടും. ഇത് 2 കൂടി പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള പുസ്തകം KX ജോസഫ് സാറിൻ്റെ പുസ്തകമാണ്. ഇത് പോറ്റിയുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒക്കെ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂസൊക്കെ ഓരോ ഇയറിനും നേരെ അടയാളപ്പെടുത്താം. എന്നിട്ട് ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ട്രെൻഡ് ലൈൻ മാത്രം എങ്ങനെ വരച്ചതെന്നും കാണിച്ചിട്ടുള്ളൂ.
ഓക്കെ. അപ്പോൾ ഇനി 14.25 27.75 രണ്ട് സെമി ആവറേജേഴ്സും എവിടെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇയറാണ് ഒരു പാർട്ടിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ 1993 94 സെൻട്രലായിട്ട് 14.25 1998 99 സെൻട്രലായിട്ട് 27.75 അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 1993 94 അതേപോലെ 1998 99 നേരെ 99 സെൻട്രലായിട്ട് എന്ത് ചെയ്തു അടയാളപ്പെടുത്തിയിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ട്രെൻഡ് ലൈന് കിട്ടും. ഓക്കെ. അപ്പോൾ ട്രെൻഡ് ലൈനിൽ നിന്ന് നമുക്ക് ട്രെൻഡ് വാല്യൂസും വേണമെങ്കിൽ കണ്ടെത്താം. ഓക്കെ. ട്രെൻഡ് ലൈനിൽ നിന്ന് ട്രെൻഡ് വാല്യൂസും കണ്ടെത്താം. അപ്പോൾ ഓരോ ഇയറിനും നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ലൈനിലേക്ക് ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ. അങ്ങനെ ട്രെൻഡ് വാല്യൂസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മെറിറ്റ് വരുന്നത് ദിസ് മെത്തേഡ് ഈസ് ക്വൈറ്റ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് റിക്വയർസ് ലിറ്റിൽ ടൈം. സെക്കൻഡ് ഈസ് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഡെലിബറേറ്റ് ബയാസ് ഓർ പേഴ്സണൽ പ്രെജുഡൈസ് ഓഫ് ദി പേഴ്സൺ കമ്പ്യൂട്ടിങ് ഇറ്റ്. അപ്പോൾ ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഒരു ഇൻട്രസ്റ്റ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് നമ്മൾ സെമി ആവറേജ് കണ്ടുകൊണ്ടാണ് ട്രെൻഡ് ലൈൻ വരക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രെൻഡ് ലൈൻ വരക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രാഫിക് മെത്തേഡിൽ നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് വരയ്ക്കുകയാണ് ചെയ്തിരുന്നത്. മൂന്നാമത്തേത് ദിസ് മെത്തേഡ് ഈസ് ബെറ്റർ ദാൻ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ബിക്കോസ് ട്രെൻഡ് വാല്യൂസ് ആർ ഡെഫിനിറ്റ്. ട്രെൻഡ് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, അത് ഡെഫിനിറ്റ് ആണ്. Then limitation. Joining of 2 points will give us a straight line only and not a curve because this method assumes a straight line relationship between the 2 points plotted on the graph. 2 പോയിൻറ്റ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ മാത്രമേ കിട്ടുള്ളൂ, ഒരു കർവ് മോഡലൊന്നും കിട്ടൂല. ഓക്കെ. Second is this method involves averaging of the data and is supposed to suffer from all those defects from which an average suffers. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ആവറേജിനെ ആയതുകൊണ്ട് തന്നെ ആവറേജിൻ്റെ പ്രോബ്ലംസും ഡിഫക്ട്സും ഒക്കെ ഈ ഒരു മെത്തേഡിനും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെമി ആവറേജ് മെത്തേഡിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് സെമി ആവറേജ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത് ഈ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡാറ്റേനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണുക. കിട്ടിയിട്ടുള്ള ആവറേജിനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രെൻഡ് ലൈന് കിട്ടും. ഓക്കെ. അപ്പോൾ പ്ലോട്ട് ചെയ്യുന്നതും ഓർത്ത് വെക്കുക. 4 എണ്ണമാണ് നമ്മൾ ഈക്വൽ പാർട്സ് ആക്കിയിട്ടുള്ളത്. 4 ഇയറാണുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ 3-ാമത്തെ ഇയറിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പം ഇനി 5 എണ്ണം ഉണ്ട് ഒരു പാർട്ടിൽ, നെക്സ്റ്റ് പാർട്ടിലും 5 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിലെ 3-ാമത്തേന് നേരെ, സെക്കൻഡ് പാർട്ടിലെ 3-ാമത്തേതിന് നേരെ, അങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെമി ആവറേജ് മെത്തേഡാണ്. ആൻഡ് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ അതിൽ നിന്ന് വരയ്ക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.